ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിൽ നിന്ന് രണ്ട് പ്രധാനപ്പെട്ട ന്യൂനപക്ഷ മതസമൂഹങ്ങൾ, അതിൽ മുസ്ലിം സമൂഹമുണ്ട്, ക്രിസ്തീയ സമൂഹമുണ്ട്. ഈ സമൂഹങ്ങൾക്ക് മതം തിരിച്ചിട്ട് ലോണിന്റെ അനുവദിച്ചിട്ടുള്ള തുക എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിന് കിട്ടിയത് 94 കോടി രൂപയായിരുന്നപ്പോ ക്രിസ്ത്യൻ സമുദായത്തിന് കിട്ടിയത് ആകപ്പാടെ ഏകദേശം 40 കോടി രൂപ മാത്രമായിരുന്നു. ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ ഈ ധനകാര്യ കോർപ്പറേഷനിലേക്ക് ഫോൺ വിളിച്ച് ലോണിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവരെ നിരുത്സാഹപ്പെടുത്തുകയോ ലോൺ ഇല്ല എന്നൊക്കെ പറയുകയോ ചെയ്ത് ഈ ലോൺ കൊടുക്കാതിരിക്കുന്ന ഒരു സംഘടിത ശ്രമം ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. ഈ മുഖ്യമന്ത്രി ന്യൂനപക്ഷ വകുപ്പ് ഏറ്റെടുത്തു കഴിഞ്ഞതിന് ശേഷം ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിൽ അന്വേഷിക്കുമ്പോൾ MD ഇല്ല എന്നും ജനറൽ മാനേജർ ഇല്ല എന്നും ഒക്കെ പറയുന്നു, ഫണ്ട് ഇല്ല എന്ന് പറയുന്നു. ഏറ്റവും വലിയൊരു അപകടം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, വിദ്യാഭ്യാസ ലോൺ എടുത്ത ആദ്യ ഗഡു കിട്ടി പിന്നീട് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഗഡുക്കൾ കിട്ടാതെ വിദ്യാർത്ഥികൾ വലിയ രീതിയിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടായി.